നമ്മുടെ ഈ ലോക ജീവിത യാത്രയിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമായ വെള്ളവും നദികളും തീയുമൊക്കെ മുൻപിൽ വരാറുണ്ട്. ഇതൊന്നുമില്ലാത്ത ഒരു ജീവിതം ദൈവം വാഗ്ദാനം ചെയ്യുന്നില്ല. പകരം ഇതൊക്കെ തരണം ചെയ്യുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കും എന്ന ഉറപ്പ് തരുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകം ശ്രദ്ധിക്കുക. യെശയ്യാവിൻ്റെ പുസ്തകം 43-ാം അധ്യായം 2-ാം വാക്യം. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. പ്രതിസന്ധികളിൽ നമ്മെ തനിയെ വിട്ടേച്ച് അക്കരെ നമ്മുടെ വരവും നോക്കിയിരിക്കുകയല്ല നമ്മുടെ കർത്താവ് ചെയ്യുന്നത്. പകരം അവിടുന്ന് നമ്മോടുകൂടെ യാത്ര ചെയ്യുന്നു. നാം ക്ഷീണിക്കുമ്പോൾ ധൈര്യപ്പെടുത്തുവാൻ, തളരുമ്പോൾ ശക്തി പകരുവാൻ, മനസ്സ് മടുക്കുമ്പോൾ പ്രത്യാശ നൽകുവാൻ അവിടുന്ന് നമ്മോടുകൂടെയുണ്ട്. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും സമ്പന്നതയിലും ദാരിദ്ര്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും അവിടുന്ന് നമ്മോടുകൂടെയുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് ഉറപ്പ് തരുന്നത് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതികൂലത്തിൻ്റെ ശക്തികൾ നമ്മെ മുക്കിക്കളയുകയുമില്ല, നാം അതിൽ വെന്തുപോകുകയുമില്ല. ശദ്രക്, മേശക്, അബേദ്നഗോ എന്നീ യഹൂദന്മാർക്കുണ്ടായ അഗ്നി പരീക്ഷണം അത് തന്നെയാണ് നമ്മെ വിളിച്ചറിയിക്കുന്നത്. ചെങ്കടലിൽ കൂടി അക്കരെ കടന്ന ഇസ്രായേൽ ജനത്തിനും പറയുവാനുള്ളത്, വിളിച്ച ദൈവം വിശ്വസ്തൻ. ചെങ്കടലിൽ മുങ്ങിച്ചാകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ദൈവം എത്രമാത്രം നമ്മെ പരിപാലിക്കുവാൻ ഒരു കാരണമുണ്ട്. യെശയ്യാവ് തുടർന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. വാക്യം 4. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. നമ്മളെല്ലാവരും പാപികളായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് നമ്മെ സ്നേഹിച്ചതാണ്. എന്നാൽ ഇപ്പോൾ അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നത് നാം ദൈവത്തിന് വിലയേറിയവരും മാന്യരുമായിരിക്കാൽ അത്രേ. ഒരു പാപി മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവർ വിലയേറിയവരും മാന്യരുമാകുന്നു. പിന്നെ നമ്മെ കരുതുവാനും വഴി നടത്തുവാനും പരിപാലിക്കുവാനുമായി കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. യേശു കർത്താവിൻ്റെ എല്ലാ പേരുകളിലും തലക്കെട്ടുകളിലും ഏറ്റവും ആശ്വാസം നൽകുന്ന ഒന്നത്രേ ഗോഡ് വിത്ത് അസ്, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേര്. ദൈവം കുറച്ച് നാളത്തേക്ക് മാത്രമായിട്ടല്ല നമ്മോടുകൂടെയുള്ളത്. പകരം യേശു കർത്താവ് പറഞ്ഞു ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ എന്നാണ്. എല്ലാ കാലത്തും എല്ലാ നാളും എല്ലാ സാഹചര്യങ്ങളിലും നമ്മോടുകൂടെയുള്ള കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് ആശ്വാസവും ശക്തിയും വിടുതലും ആയിത്തീരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.